Eco-scientism doesn't reject life's colors. It embraces the divine order. വൃദ്ധരാകുമ്പോൾ ജീവിത വർണ്ണങ്ങളെ ത്യജിക്കുന്നതല്ല സന്യാസം. പ്രകൃതിയിൽ സഹജ ജീവിതങ്ങൾ തുടക്കത്തിൽ വികാസാത്മകവും വളർച്ചാപരിധി എത്തിയാൽ പരിചരണാത്മകവും തുടർന്നും വളർന്നാൽ അത് വിഘടനാത്മകവുമാണ്. സ്വതന്ത്ര ചിന്തയാൽ ഉരുവാകുന്ന വ്യവഹാര ജീവിത മായികത ഈ വളർച്ചാ പരിധിയെ മനുഷ്യനിൽ നിന്നും മറയ്ക്കുന്നു. ഈ വ്യവഹാര മായികതയിൽ വീഴാതെ ജൈവസുസ്ഥിതിയും തുലനതയും നിലനിർത്തുവാൻ മായികതകൾ ത്യജിച്ച് ജീവിതത്തിന്റെ സംശുദ്ധി സൂക്ഷിക്കുന്നതാണ് വിശുദ്ധ ജീവിതം. അതിന് സ്ഥലകാല പ്രായഭേദങ്ങളില്ല. തുടർന്നു കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. പലരും എന്നോട് പല കാലങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്, ഈ സന്യസിക്കാൻ പോവാണ്, ചെറുപ്പത്തിലെ സന്യസിക്കുകയാണ് എന്നൊക്കെ. ഈ സന്യാസം എന്നുള്ള ഒരു വഴിയിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന ധാരണ സമൂഹത്തിലുണ്ടെങ്കിൽ അവര് തിരിച്ചും മറിച്ചും ഇത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കും. അത് ബ്രേക്ക് ചെയ്യാനും അതല്ലാത്ത ജീവിതത്തിൽ എന്താണുള്ളത് എന്നറിയാനുമാണ് ഞാൻ ഈ മാംസം കഴിക്കാത്ത, മദ്യപിക്കാത്ത, പുകവലിക്കാത്ത, പണം ഉപയോഗിക്കാത്ത, ജീവിത വർണ്ണങ്ങൾ എന്ന് സമൂഹം പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യാത്ത ഒരു ജീവിതത്തെ പഠിക്കാൻ ഇറങ്ങി തിരിച്ചത്. ഈ കമ്മ്യൂൺ ലൈഫിൽ ഇവിടെ കടന്നുപോയി കുറെ കാലത്തിന് ശേഷമാണ് ഞാൻ ഈ മദ്യം, പുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് പഠിച്ചത്. എന്താണ് ഇതിനകത്തുള്ളത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതൊക്കെ ഇതിന്റെ ഈ കൺസ്യൂമറിസ്റ്റിക് ലിവിങ്ങിന്റെ അല്ലെങ്കിൽ മായിക ജീവിതത്തിന്റെ ഒരു പാരമ്യത്തിൽ നിൽക്കുമ്പോൾ ഉണ്ടാവുന്നതാണ് എന്നുള്ളതാണ് എനിക്ക് അതിൽ നിന്നും മനസ്സിലായത്. പക്ഷെ അതുപയോഗിക്കുന്നവർ പോലും ഈ ഉപയോഗിച്ച അറ്റത്തേക്ക് പോകുമ്പോൾ അവർ ജീവിതത്തിന്റെ ചില തനതായ അവസ്ഥകളെ സ്പർശിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലായി. അപ്പൊ അതും ഒരു അറ്റമാണ്. ഇതിന്റെ ഇടയിൽ കുടുങ്ങി നിൽക്കുന്ന വേറൊരു ഭാഗമുണ്ട്. ആ ഭാഗത്താണ് ജീവിതത്തിന്റെ തിരക്കുകളും ജീവിതത്തിന്റെ വല്ലാത്ത മായികതകളുടെ ഒരു അംശമുള്ളതെന്നും എനിക്ക് നല്ലപോലെ മനസ്സിലായി. ഹെൻറി തോറ എഴുതിയ ഒരു പുസ്തകമുണ്ട്, വാൾഡൻ ലൈഫ് എന്ന് പറയുന്നത്. ഗാന്ധിജിയെയൊക്കെ സ്വാധീനിച്ചിട്ടുള്ള ഒരു പുസ്തകമാണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പുസ്തകം എന്റെ കയ്യിലുണ്ട്, പക്ഷെ ഞാൻ വായിക്കാറില്ലല്ലോ. അതുകൊണ്ട് ഈ അടുത്ത കാലത്താണ് അത് വാങ്ങിച്ചു വെച്ചത്. ഒരു കഥാപാത്രം അല്ലെങ്കിൽ അദ്ദേഹം, ഈ കഥാകൃത്ത് എന്ന് പറയാം, അദ്ദേഹം കാടിന്റെ അകത്ത് ഒരു വർഷത്തോളം മനുഷ്യരെ കാണാതെ കാടിനകത്ത് ഒരു തടാക തീരത്ത് ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിച്ച, അതിൽ ജീവിതത്തിന്റെ ലാളിത്യത്തെ മനസ്സിലാക്കിയ, ജീവിതത്തിന്റെ ശരിയായ അവസ്ഥയെ മനസ്സിലാക്കിയ ഒരു കഥനമാണ് അതിനകത്തുള്ളതെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഏതാണ്ട് 4ഓളം വർഷം ഞാനിതുപോലെ മനുഷ്യരെ കാണാതെ, ചിലപ്പോഴൊക്കെ മനുഷ്യരെ കാണാതെ, പലപ്പോഴും
അധികം മനുഷ്യരെ കാണുമ്പോൾ 1-2 വ്യക്തികളെ വല്ലപ്പോഴും കണ്ട്, എനിക്ക് ഫ്രൂട്ട്സ് കൊണ്ടുതരുന്ന ഒരു അമ്മയെ കണ്ട്, എൻ്റെ അടുത്ത് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ വരുന്ന ആളെ കണ്ട്, ബാക്കി കാര്യങ്ങളിലൊന്നും ഇടപെടാതെ മാറി ജീവിച്ച, ഫ്രൂട്ട്സ് മാത്രം കഴിച്ച് ജീവിച്ച, ഞാനും അവിടെ വീട്ടിലുണ്ടായിരുന്ന ഒരു പല്ലിയും പിന്നെ ഇടയ്ക്ക് അതിൽ കയറി വരുന്നൊരു പാമ്പും മാത്രം ഉണ്ടായിരുന്ന ഒരു കാലമുണ്ട്. ആ കാലത്തിന് ശേഷമാണ് ഈ ഒളിമ്പസ് എന്നുള്ള ഒരു ദർശന രൂപത്തിൽ ഞാനതിനെ വെളിപ്പെട്ട് അവതരിപ്പിച്ച് സംസാരിച്ചു തുടങ്ങിയത്. അതിനു മുമ്പ് ഈ സസ്റ്റൈനബിൾ ലൈഫിനെ കുറിച്ച്, സ്വാശ്രയ ജീവിതത്തെ കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത്. അതിന്റെ ഒരു ആത്മീയ മുഖത്തെ കുറിച്ച് എനിക്ക് പറയാൻ കഴിഞ്ഞത് അതിന് ശേഷമാണ്. അപ്പോൾ ഈ തോറോയുടെ ആ ഒരു ജീവിത ദർശനത്തെ ഒരുപാട് പേര് പ്രഘോഷിച്ച് കണ്ടത് എന്റെ ജീവിതത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു കേട്ടപ്പോഴാണ്. അതിങ്ങനെ തോറോ ഇങ്ങനെ ജീവിച്ചത് കണ്ടിട്ടുണ്ട്. അത് കണ്ടിട്ടാണോ അല്ലെങ്കിൽ അത് വായിച്ചിട്ടാണോ എന്നുള്ള ചോദ്യം. ഞാൻ അത് കണ്ടിട്ടും വായിച്ചിട്ടൊന്നുമില്ല, ഞാൻ ഇനിയും വായിച്ചിട്ടില്ല അത്. അപ്പൊ ഈ ചോദ്യം, അത് സന്യാസം എന്ന് പറയുന്നത്, എല്ലാം ഉപേക്ഷിച്ച് ജീവിക്കുക എന്ന് പറയുന്നത്, അതാണോ ഇത്? നമ്മൾ സന്യാസത്തെ കുറിച്ച് നമ്മുടെ സങ്കല്പം പൊതുവിൽ ഭാരതത്തിലെ അല്ലെങ്കിൽ കേരളത്തിലെ ഒരു സങ്കല്പം എന്ന് പറയുന്നത്, വൃദ്ധരാകുന്ന സമയത്ത് ജീവിതാടനങ്ങളെല്ലാം വെടിഞ്ഞ് അതെല്ലാം നഷ്ടപ്പെട്ടു പോയി കഴിയുമ്പോൾ നമുക്ക് ഒതുങ്ങിക്കൂടാൻ പറ്റിയ ഒരു പരിപാടിയാണ് സന്യാസം. ജീവിതത്തിൽ എല്ലാം വേണ്ടപ്പെട്ടതെല്ലാം ത്യജിച്ച് ജീവിക്കുന്നതാണ് സന്യാസം എന്ന ഒരു ധാരണ നമുക്കുണ്ട്. പ്രകൃതിയിൽ സഹജജീവിതങ്ങൾ വെച്ചാൽ പ്രകൃതിയുടെ ഡിസൈൻ അനുസരിച്ച് ജീവിക്കുന്ന ജീവിതങ്ങൾ. ജനിച്ചു കഴിഞ്ഞാൽ ആദ്യം ഉണ്ടാവുക അതിന്റെ വികാസമാണ്, വികസിക്കുക എന്നുള്ളത് അതിന്റെ ഭാഗമാണ്. ഡെവലപ്മെന്റ് പാറ്റേൺ എന്നുള്ളത് അതിന്റെ ഭാഗമാണ്. അത് പ്രത്യേക ഒരു പരിധി എത്തിയാൽ അവിടെ അത് നിൽക്കും എന്നുള്ളതാണ് വളർച്ചാ പരിധി, അല്ലെങ്കിൽ സൈസറൈറ്റ്നെസ് എന്ന് പറയുന്ന പരിപാടി. വളർച്ചാ പരിധി എത്തിക്കഴിഞ്ഞാൽ അവിടെ നിൽക്കുക എന്നുള്ള ഒരു പ്രോസസ് നടക്കണം. വളർച്ചാ പരിധി എത്തിയാൽ എങ്ങനെയാണ് മനസ്സിലാക്കുക? പണ്ട് ഈ ഒരുപാട് ഭക്ഷണം കഴിക്കുന്ന ഒരാളുണ്ടായിരുന്നല്ലോ തൃശ്ശൂര്. അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഈ മതി എന്ന് തോന്നിപ്പിക്കുന്ന ആ ഒരു സംവിധാനം പ്രവർത്തിക്കുന്നില്ല എന്നാണത്രേ ഡോക്ടർമാർ പറഞ്ഞിരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് നിർത്താൻ കഴിയാത്തത്. വയറ് നിറഞ്ഞാൽ പിന്നെയും കഴിച്ച് വയറിന്റെ വലുപ്പം കൂടുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുള്ളത്. ഈ വളർച്ചാ നരമ്പ് അല്ലെങ്കിൽ ഈ മതി എന്ന് പറയുന്ന ആ ഒരു സിമ്പൽ അല്ലെങ്കിൽ ഒരു സിഗ്നൽ അല്ലെങ്കിൽ എന്താ പറയുക, ഒരു സെൻസർ വർക്ക് ചെയ്യാതാവുന്ന ഒരവസ്ഥ അല്ലെ. നമുക്ക് എവിടെ നിർത്തണം എന്നുള്ളതിനൊരു പരിധി ഉണ്ടല്ലേ. ഈ പരിധി വർക്ക് ചെയ്യുന്നില്ലെങ്കിലോ, നമ്മളിപ്പോ കാറ് റിവേഴ്സിലേക്ക് എടുക്കുകയാണ്, ഇന്നടത്ത് വെച്ച് നിർത്തണം നമുക്കറിയാം. നമ്മുടെ സൈഡ് വ്യൂ മിറർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ നമുക്കത് കാണാൻ കഴിയില്ല. അതുപോലെ നമുക്ക് എങ്ങോട്ട് പോകുമ്പോഴും അതിനൊരു പരിധി ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാനുള്ള സെൻസ് വർക്ക് ചെയ്തില്ലെങ്കിൽ, മദ്യപിക്കുന്ന സമയത്തൊക്കെ പലപ്പോഴും ഇതുണ്ടാവുന്നതല്ലേ. നമുക്ക് എവിടെ കൊണ്ട് നിർത്താം, നമുക്ക് അല്ലാത്ത സമയത്ത് നമുക്ക് നമ്മുടെ പെരുമാറ്റം എവിടെ നിർത്തണം എന്നറിയാം. മദ്യപിക്കുന്ന സമയത്ത് ഈ പെരുമാറ്റം എവിടെ നിർത്തണം എന്നറിയില്ല. അപ്പൊ നമ്മൾ അധികമായിട്ട് പെരുമാറും. അപ്പൊ ഇതുപോലെ നമ്മുടെ ആ ഒരു പരിധി, ഭക്ഷണം കഴിക്കുന്നതിന്റെ പരിധി അല്ലെങ്കിൽ വളർച്ചയുടെ ഒരു പരിധി എവിടെയാണ് നിർത്തേണ്ടതെന്ന് അറിയാതെ പോകുന്ന ഒരു മായ നമുക്കുണ്ടായാൽ പിന്നെ ഉള്ള വളർച്ച എന്ന് പറയുന്നത് വിഘടനാത്മകമാണ്. ഈ എക്സ്പ്ലോഷൻ എന്നൊക്കെ പറയില്ലേ, വിസ്ഫോടനം എന്നൊക്കെ പറയില്ലേ, വിസ്ഫോടനാത്മകമായി മാറും. വിസ്ഫോടനം എന്ന് വെച്ചാൽ എന്താണ്? ആ ഒരു ഘടനയിലുള്ള വസ്തുക്കളെല്ലാം ഇങ്ങനെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നത് അതിന്റെ ആ കൂട്ടപ്പിടുത്തം നഷ്ടപ്പെടുത്തി ഇതിനെ പൊട്ടിത്തെറിച്ച് വിഘടിച്ച് പലതായി ചിന്നിച്ചിതറി അതില്ലാതാകുന്ന ഒരവസ്ഥ, ആദ്യത്തെ സത്ത ഇല്ലാതാവുന്ന അവസ്ഥയാണ് ഈ വിസ്ഫോടനാത്മകം എന്ന് പറയുന്നത്. ആ വിസ്ഫോടനത്തിന്റെ ആദ്യ രൂപമാണ് വിഘടനം എന്ന് പറയുന്നത്. പ്രത്യേക പരിധിക്ക് അപ്പുറത്ത് വളർന്നിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വളർച്ച കൊണ്ട് ഈ ഘടകഭാഗങ്ങൾ തമ്മിൽ ഉള്ള കൂട്ടിപ്പിടുത്തം നഷ്ടമാകും. പരസ്പരം ആ എല്ലാ കാര്യങ്ങളും തമ്മിൽ, ഘടകങ്ങളെല്ലാം തമ്മിൽ ഒരു പ്രത്യേക രീതിയിൽ സവിശേഷമായ രീതിയിൽ ഇങ്ങനെ കൂട്ടിപ്പിടിക്കുന്ന ഒരവസ്ഥ, ഘടനാപരമായ സമഗ്രത, അതാണ് ജീവന്റെ ഒരു പ്രധാന ലക്ഷണം. ആ ഘടനാ സമഗ്രത നഷ്ടമാകും എന്നുള്ളൊരവസ്ഥയിൽ ഇത് വിഘടനാത്മകമാകും. ഈ മനുഷ്യന്റെ മറ്റു ജീവികളിൽ നിന്നും വ്യത്യസ്തനാക്കുന്ന ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഏറ്റവും പ്രധാന പ്രത്യേകത, മനുഷ്യന്റെ ഈ കഴിവുകളെല്ലാം ഉണ്ടാക്കി കൊടുത്ത ആ പ്രത്യേകത എന്ന് പറയുന്നത് ഭാവന ആണ്. ഭാവന എന്ന് വെച്ച് കഴിഞ്ഞാല് മൂർത്തരൂപങ്ങളില്ലാതെ ഭാവന ചെയ്യാനുള്ള ശേഷി. നമ്മൾ അതിനെയൊക്കെയാണ് സാധാരണ രീതിയിൽ സ്വതന്ത്ര ചിന്ത എന്ന് പറയുക. സ്വതന്ത്ര ചിന്ത വെച്ചാൽ ചിന്തയ്ക്ക്
പൂർണ്ണ സ്വാതന്ത്ര്യമാണ്. അത് എന്തുമായിട്ടും നിബദ്ധമായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയില്ല, ഒന്നുമായിട്ടും കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരവസ്ഥയില്ല, ഒന്നിനെയും ഓറിയന്റ് ചെയ്തിട്ടില്ല. അതെങ്ങനെ സ്വതന്ത്രമായി ചിന്തിക്കും? എപ്പോ ഈ നൂലഴിഞ്ഞ പട്ടം പോലെ എന്ന് പറയുന്നത്, നൂലഴിഞ്ഞ പട്ടം പോലെ ഇതിങ്ങനെ പാറിപ്പറന്ന് നടക്കും, എന്ത് വേണമെങ്കിൽ ചിന്തിക്കാം. ഇതാണ് സ്വതന്ത്ര ചിന്ത. മനുഷ്യ ചിന്തയുടെ പ്രത്യേകത തന്നെ അതാണ്. സ്വതന്ത്ര ചിന്തയ്ക്കുള്ള ഒരു ശേഷി അതിനുണ്ടെന്നുള്ളതാണ്. മൂർത്തരൂപങ്ങളല്ലാതെ ഭാവന ചെയ്യാനുള്ള ശേഷി. അങ്ങനെയുള്ള സ്വതന്ത്ര ചിന്തയാൽ ഉരുവാകുന്ന വ്യവഹാര ജീവിതത്തിന്റെ മായികതയാണ് നമ്മൾ ഈ കെട്ടിപ്പൊക്കിയത് മുഴുവൻ. നമുക്ക് ജീവിക്കാൻ ഒരു വസ്ത്രം പോരാ, 5 വസ്ത്രം വേണം. അല്ലെങ്കിൽ വസ്ത്രം വേണം എന്നുള്ളത് തന്നെ ആദ്യത്തെ കാര്യം. അതിന് 5 വസ്ത്രം വേണം, അല്ലെങ്കിൽ 10 വസ്ത്രം വേണം, 50 വസ്ത്രം വേണം എന്നുള്ള രീതിയിൽ. ചെരുപ്പുകൾ ഒരുപാട് വേണം, വീടുകൾ ഒരുപാട് വേണം, മുറികൾ ഒരുപാട് വേണം, സ്പേസ് ഒരുപാട് വേണം. നമുക്കിങ്ങനെ ഒരുപാട് എന്ന് പറയുന്നതൊക്കെ അതിന്റെ പുറകിലൊക്കെ തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച കുറെ സങ്കേതങ്ങളുണ്ട്. നമ്മുടെ സംസ്കാരത്തെ പൂർത്തീകരിക്കാൻ, നമ്മുടെ എന്താ പറയാ അപ്പിയറൻസിനെ പൂർത്തീകരിക്കാൻ, നമ്മുടെ ബ്രാൻഡിനെ പൂർത്തീകരിക്കാൻ, നമ്മുടെ ട്രെൻഡിനെ പൂർത്തീകരിക്കാൻ നമ്മളിങ്ങനെ പലതും ചെയ്യുന്നു. അപ്പോ നമ്മുടെ ജീവിതത്തിൽ പലതിനെയും നമ്മൾ കൂട്ടി കൊണ്ടുവരുന്നു. ഭക്ഷണം കഴിക്കണമെങ്കിൽ ചോറ് തന്നെ വേണം, അതിന് ഒരു 100 കൂട്ടം കാര്യങ്ങൾ കറിയാക്കി ചേർത്ത് വയ്ക്കണം, അതിന് ഇന്ന രീതിയിൽ പാചകം ചെയ്യണം, നമുക്ക് കിടക്കാൻ ഇന്ന സംവിധാനം വേണം, അതിന് ഫാന് വേണം, AC വേണം. ഇങ്ങനെ ജീവിതത്തിൽ നമ്മൾ നമ്മുടെ മായികതയെ ഡെവലപ്പ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ആ സ്വാഭാവിക അവസ്ഥയെ വിട്ട് അതിനുമപ്പുറത്തേക്ക് വളർന്നു പോകുന്ന ആ വിസ്ഫോടനാത്മകതയെ ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ഇങ്ങനെ ഒരു കൂട്ടം കാര്യങ്ങൾ, യാഥാർത്ഥ്യം അല്ലാത്ത ഒരു കൂട്ടം കാര്യങ്ങൾ നമുക്ക് ചുറ്റും ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനാണ് നമ്മൾ മായ എന്ന് പറയുന്നത്, വ്യവഹാരത്തിന്റെ മായ. വ്യവഹാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുക്കൽ വാങ്ങലുകൾ, നമ്മുടെ സാധാരണ രീതിയിലുള്ള ഇടപെടലുകൾ, പ്രകൃതിയുടെ ഭാഗവുമായിട്ടുള്ള പ്രകൃതിയുമായിട്ടുള്ള ഇടപെടലുണ്ടല്ലോ, ആ ഇടപെടലുകൾ, ഒരുപാട് തരം ഇടപെടലുകൾ, ആ ഇടപെടലുകൾക്ക് ഒരുപാടുണ്ടാവുന്ന സമയത്ത് ഇവയെ സാച്ചുറേറ്റ് ചെയ്യാനായിട്ട്, സാക്ഷാത്കരിക്കാനായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പോഴാണ് നമ്മൾ ഒന്നിലധികം നേരം ആവശ്യത്തിലധികം ഭക്ഷണം കഴിക്കുക, ആവശ്യത്തിലധികം ഇൻഗ്രീഡിയൻസ് ചേർക്കുക, ആവശ്യത്തിലധികം ഗാഡ്ജറ്റ്സ് ഉപയോഗിക്കുക, ആവശ്യത്തിലധികം സൗകര്യങ്ങളെ തേടുക, ആവശ്യത്തിലധികം സുരക്ഷ തീർക്കുക, ആവശ്യത്തിലധികം സങ്കേതങ്ങൾ തീർക്കുക. നമ്മൾ നേരെ വായിൽ വെക്കുന്നവരെ നമ്മൾ സ്പൂണും എടുത്തിട്ടാണ് വായിൽ വെക്കുക. അതാണ് സംസ്കാരം, നമ്മുടെ വിശ്വാസം. അപ്പൊ ഇതുപോലെ ജീവിതത്തിൽ ഒരുപാട് നമ്മളും പ്രകൃതിയും തമ്മിലുള്ള, അല്ലെങ്കിൽ നമ്മുടെ യഥാർത്ഥ ധർമ്മവും നമ്മളും തമ്മിലുള്ള ആ ഒരു ദൂരത്തിനിടയിൽ ഒരുപാട് ഘടകങ്ങളെ, ഒരുപാട് ഉപകരണങ്ങളെ, ഒരുപാട് സങ്കേതങ്ങളെ, ഒരുപാട് ആശയങ്ങളെ, ഒരുപാട് പ്രത്യയങ്ങളെ ചേർത്ത് വെക്കുക എന്നുള്ളത് മനുഷ്യന്റെ ഒരു സ്വഭാവമാണ്. അത് അവനിലുണ്ടാക്കുന്നത് വിസ്ഫോടനാത്മകമായിട്ടുള്ള ഒരു തരം വളർച്ചയാണ്. ഈ വ്യവഹാര മായികതയിൽ വീഴാതെ ജൈവ സുസ്ഥിതിയും തുലനതയും നിർത്തുവാൻ മായികതകൾ ത്യജിക്കുക എന്നുള്ളതാണ് വേണ്ടത്. ഈ മായയാണ് ത്യജിക്കേണ്ടത്, ജീവിതത്തെ അല്ല. മായയെ ത്യജിക്കുക എന്നുള്ളതാണ്. ആ മായയെ ത്യജിക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ. അങ്ങനെ മായ ത്യജിക്കുമ്പോൾ ഇവിടെ ഉണ്ടാവുന്ന വെച്ചാൽ ജീവിതത്തിന്റെ സംശുദ്ധി നമ്മൾ സൂക്ഷിക്കുകയാണ്. മായകൾ മൊത്തത്തിലെടുത്ത് ദൂരക്കറിയുമ്പോൾ ജീവിതത്തിന്റെ സംശുദ്ധി സൂക്ഷിക്കുന്നു. ഏറ്റവും ലളിതമായിട്ടുള്ള വസ്ത്രം ഇടുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന ഒരു സുഖമുണ്ട്. ഡെക്കറേറ്റഡ് ആയിട്ടുള്ള സമയത്ത് നമുക്കുണ്ടാവുന്ന ഒരു പ്രൈഡാണ്. അതിനു പകരം ഞാൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയുടെ ആ സിംപ്ലിസിറ്റിയിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സുഖമുണ്ട്, ആ സംശുദ്ധിയുടെ. നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു സുഖമുണ്ട്, സംശുദ്ധിയുടെ. നല്ല ബന്ധങ്ങളിലായിരിക്കുമ്പോൾ, നല്ല അനുഭവങ്ങളിലായിരിക്കുമ്പോൾ, നല്ല യാത്രകളായിരിക്കും, നല്ല പ്രദേശത്തായിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അവസ്ഥയുണ്ട്. ഈ സംശുദ്ധയുടെ ആ അകത്തുകയാണ് നമ്മൾ പറയുന്ന വിശുദ്ധ ജീവിതം എന്ന് പറയുന്നത്, പ്രകൃതി ജീവനം എന്ന് പറയുന്നത്. പ്രകൃതി ജീവനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൻപുറത്തൊരു വിശ്വാസം അനുസരിച്ച് ഭക്ഷണത്തില് മറ്റേ പുഴുക്കലരിക്ക് പകരം പച്ചരി ഉപയോഗിക്കുക, പിന്നെ പച്ചക്കറികൾ ഉപയോഗിക്കുക, സ്പൈസസ് ഒഴിവാക്കുക, പ്രകൃതി ജീവനമായി. പക്ഷെ യാത്ര ചെയ്യുന്നത് ഗംഭീരമായ കാറില്, താമസിക്കുന്നത് കോൺക്രീറ്റ് സൗധത്തില്. ജീവിതത്തിന്റെ മറ്റെല്ലാ കാര്യങ്ങളും വേണം, എല്ലാ മായകളും വേണം. വസ്ത്രം ധരിക്കുന്നത്, വേഷമിടുന്നത്, സംസാരിക്കുന്നത്, ജീവിത വ്യാപാരങ്ങൾ കൈകാര്യം ചെയ്യുന്നതൊക്കെ. ഇപ്പൊ മകളെ കെട്ടിച്ചു വിടുകയാണെങ്കിൽ 101 പവൻ സ്വർണം കൊടുത്തിട്ടേ കെട്ടിച്ചു വിടുള്ളൂ പ്രകൃതി ജീവനക്കാർ. പക്ഷെ ഭക്ഷണം പ്രകൃതി ജീവന ശൈലിയാണ്. അപ്പൊ ഇതാണ് പ്രകൃതി ജീവനം. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും, സമസ്ത മേഖലകളിലും നമുക്ക് സംശുദ്ധമായിരിക്കാൻ പറ്റുന്ന ഒരവസ്ഥയാണ് വിശുദ്ധ ജീവിതം എന്ന് പറയുന്നത്. ആ വിശുദ്ധ ജീവിതത്തിന് സ്ഥലം ഒരു വിഷയമല്ല.
കാലം ഒരു വിഷയമല്ല, പ്രായങ്ങളുടെ വിഷയമില്ല, അങ്ങനെയുള്ള ഭേദങ്ങളൊന്നുമില്ല. ഒരു ഭേദവുമില്ലാതെ നമുക്ക് ഇങ്ങനെ ഏറ്റവും സ്പോണ്ടേനിയസ് ആയിട്ടുള്ള, ഏറ്റവും നാച്ചുറൽ ആയിട്ടുള്ള ഒരവസ്ഥയിൽ ജീവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഇക്കോ സയന്റിസം അഥവാ പ്രകൃതി വിശുദ്ധത എന്ന് പറയുന്നത്. ഈ ഒളിമ്പസിന്റെ ഭാഗമായി വരുന്ന, ഒളിമ്പസിന്റെ വഴിയിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾ ഒടുവിൽ എത്തിച്ചേരേണ്ടുന്ന ഇടം എന്ന് പറയുന്നത് ഇക്കോ സയന്റിസമാണ്. ജീവിതത്തിലെ അനാവശ്യമായ മായകളെല്ലാം ഒഴിവാക്കി അത്യാവശ്യത്തിനുള്ളത് ഉപയോഗിക്കുകയും ചെയ്തിട്ട് എല്ലാം എടുത്ത് ദൂരെ കളയുക എന്നുള്ളത് ചിലപ്പോൾ പ്രായോഗികമായ കാര്യമൊന്നുമില്ല. പക്ഷെ ജീവിതത്തിന്റെ അടിസ്ഥാന ആൽഗരിതം എന്ന് പറയുന്നത് സംശുദ്ധിയായിരിക്കും. ശുദ്ധിയുള്ളത് മതി എന്ന് വിചാരിക്കുന്ന ഒരവസ്ഥ. ശുദ്ധിയുടെ പേരിൽ 100 അശുദ്ധികൾ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയല്ല നമ്മളിവിടെ പറയുന്നത്. വെളുത്ത വസ്ത്രത്തിന് വേണ്ടി ബ്ലീച്ച് ചെയ്ത വസ്ത്രം ഇടുകയോ ചെയ്യുള്ളൂ എന്ന് പറയുന്നു. വെളുത്ത വസ്ത്രം ഇടുക എന്നുള്ളതിന് വേണ്ടിയിട്ട് ഒരുപാട് ബ്ലീച്ചിങ് ചെയ്തിട്ടുള്ള വസ്ത്രം ഇടുക എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഈ നിയമങ്ങളൊക്കെ തെറ്റിച്ച് ഇറങ്ങി പോവുകയാണ്. അങ്ങനെയല്ല. ഏറ്റവും ശാന്തമായിട്ടുള്ള, ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പ്രായോഗികമായിട്ട് എത്തുക. അവിടെ മനസ്സിന്റെ അടിസ്ഥാന ആൽഗരിതമായിരിക്കണം വിശുദ്ധ ജീവിതം എന്നുള്ളത്, ആ പ്യുവർ ലൈഫ് എന്നുള്ളത്. ആ പ്യുവർ ലൈഫിലേക്ക് ചെല്ലുന്ന ഒരാളെയാണ് നമ്മൾ ഇക്കോ സെയിന്റ് എന്ന് പറയുന്നത്. ഒളിമ്പസിന്റെ കോറിൽ ജീവിക്കുന്ന ഒരാൾ ഒരു ഇക്കോ സെയിന്റ് ആയിട്ട് മാറുകയാണ് വേണ്ടത്. അപ്പോ നിങ്ങളുടെ ഇന്നത്തെ ജീവിതം, നിങ്ങളുടെ ഇന്നത്തെ യാത്ര ഒളിമ്പസിലേക്കാണെങ്കിൽ മനസ്സിലാക്കുക, അത് ഒളിമ്പസ് പഠിച്ച് ഒളിമ്പസിന്റെ ഗ്രാമത്തിൽ വന്ന് ജീവിച്ചതുണ്ടായില്ല. മനസ്സിൽ നിങ്ങൾ പൂർണ്ണമായ ആ സംശുദ്ധിയിലേക്ക് വരണം. ഈ മായകളെ ഒഴിവാക്കാനുള്ള മാനസികമായിട്ടുള്ള ബോധ്യമുണ്ടാവണം, തിരിച്ചറിവുകൾ ഉണ്ടാവണം. അതിലേക്കുള്ള യാത്ര തുടങ്ങി വെക്കണം. ആ വഴിയിലേക്ക് യാത്ര ചെയ്യാൻ നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ക്ഷണിക്കുന്നു. നന്ദി, നമസ്കാരം.